യൂറോപ്യൻ ഫുട്ബോളിനെ നിശബ്ദരാക്കി ജോസോ മൊറീഞ്ഞോയുടെ തന്ത്രങ്ങൾ ഒരിക്കൽ കൂടി വിജയം കണ്ടു. നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടാൻ സമനില മാത്രം മതിയായിരുന്ന റയൽ മാഡ്രിഡിനെ 2-നെതിരെ 4 ഗോളുകൾക്ക് തകർത്താണ് ബെൻഫിക്ക ചാമ്പ്യൻസ് ലീഗിൽ വമ്പൻ അട്ടിമറി കുറിച്ചത്. തന്റെ മുൻ ക്ലബിനെതിരെ മൊറീഞ്ഞോ ഒരുക്കിയ ഷോക്ക് ട്രീറ്റ്മെന്റ് സാന്റിയാഗോ ബെർണബുവിനെ പോലും അമ്പരപ്പിച്ചു. മത്സരത്തിന്റെ അവസാന സെക്കൻഡിൽ ഗോൾ കീപ്പർ അനറ്റോലി ട്രൂവിൻ നേടിയ ഇതിഹാസ ഗോൾ ബെൻഫിക്കയെ ടേബിളിൽ 24-ാം സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഫ്രഞ്ച് കരുത്തരായ മാഴ്സയെ ഗോൾ വ്യത്യാസത്തിൽ പിന്നിലാക്കിയാണ് ബെൻഫിക്ക പ്ലേ ഓഫ് ഉറപ്പിച്ചത്. ആദ്യ പകുതിയിൽ കിലിയൻ എംബാപ്പയുടെ തകർപ്പൻ ഗോളിലൂടെ റയൽ മാഡ്രിഡാണ് ആദ്യം വെടിപൊട്ടിച്ചത്. എന്നാൽ റയലിന്റെ ആഘോഷങ്ങൾക്ക് അധികം ആയുസുണ്ടായിരുന്നില്ല. 36-ാമത്തെ മിനിറ്റിൽ ആന്ദ്രേസിലൂടെ സമനില പിടിച്ച ബെൻഫിക്ക ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് പാവ്ഡിസിലൂടെ ലീഡും നേടി. രണ്ടാം പകുതിയിൽ ആന്ദ്രേസ് തന്റെ രണ്ടാം ഗോളിലൂടെ റയലിന്റെ ഹൃദയം തകർത്തെങ്കിലും 58-ാമത്തെ മിനിറ്റിൽ എംബാപ്പെ വീണ്ടും സ്കോർ ചെയ്തതോടെ മത്സരം ആവേശത്തിന്റെ കൊടുമുടിയിലായി. സമനിലക്കായി റയൽ സർവ്വശക്തിയുമെടുത്ത് പോരാടിയെങ്കിലും മൊറീഞ്ഞോയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ റയലിന് കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന മിനിറ്റുകൾ നാടകീയതയുടെയും ആവേശത്തിന്റെയും പരിസമാപ്തിയായിരുന്നു. സമനിലക്കായി കിടഞ്ഞു ശ്രമിച്ച റയൽ താരങ്ങൾക്ക് മൈതാനത്ത് നിയന്ത്രണം നഷ്ടമായി. 92-ാമത്തെ മിനിറ്റിൽ റൗൾ അസൻസിയോ ചുവപ്പ് കാർഡ് കണ്ടു പുറത്തായപ്പോൾ റയലിന്റെ താളം തെറ്റി. തൊട്ടു പിന്നാലെ 96-ാമത്തെ മിനിറ്റിൽ റഫറിയുടെ തീരുമാനത്തോട് പ്രതിഷേധിച്ച റോഡിഗ്രോയും രണ്ടാം മഞ്ഞക്കാർഡ് വാങ്ങി പുറത്തായതോടെ റയൽ 9 പേരായി ചുരുങ്ങി. ഈ താർച്ച മുതലെടുത്തായിരുന്നു 97-ാമത്തെ മിനിറ്റിൽ ബെൻഫിക്ക ചരിത്രം കുറിച്ചത്. ഫെഡ്രിക്കിന്റെ കൃത്യതയാർന്ന ഫ്രീ കിക്കിൽ പറന്നുയർന്ന ഗോൾ കീപ്പർ അനറ്റോലി ട്രൂവിന്റെ ഹെഡർ റയലിന്റെ വല കുലുക്കിയപ്പോൾ പിറന്നത് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു. ഈ തോൽവിയോടെ ആദ്യ 8-ൽ ഇടം നേടാനുള്ള റയലിന്റെ മോഹങ്ങൾ പൊലിഞ്ഞുപോയി. 9-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട റയലും സംഘവും ഇനി പ്രീ ക്വാർട്ടറിലെത്താൻ പ്ലേ ഓഫ് അഗ്നി പരീക്ഷ നേരിടേണ്ടി വരും. മൊറീഞ്ഞോ എന്ന തന്ത്രശാലിയുടെ മുമ്പിൽ പതറിപ്പോയ റയൽ മാഡ്രിഡിന് ഈ മത്സരം ഒരു കടുത്ത പാഠമായി അവശേഷിക്കുക തന്നെ ചെയ്യും.